ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഇപ്പം അഗ്നിയായാലും വായു ആയാലും പൃഥ്വി ആയാലും ഇതിനെല്ലാം നമ്മൾ പൂജാകർമ്മങ്ങളോ അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് നോക്കുമ്പോൾ ഓരോ എലമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതായത് ഓരോന്നിനും ചിലതിന് മറ്റേ ചന്ദനം പറയുന്നുണ്ട്, ചില സ്പെസിഫിക് പൂക്കളുടെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണത് ഇതായിരിക്കണം അതിൻ്റെ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അത്? ഞാൻ പറഞ്ഞു, പ്രകൃതിയിൽ എന്ത് വസ്തുവും ഈ 5 എണ്ണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ 5 വസ്തുക്കളെ കൊണ്ടാണ്. നമ്മളിലും പൃഥ്വിയുണ്ട്, ജലമുണ്ട്, അഗ്നിയുണ്ട്, വായുവുണ്ട്, ആകാശമുണ്ട്. നമ്മൾ ദേവതാരാധന ചെയ്യുമ്പോൾ നമുക്കെന്താ, നമ്മളൊരാളെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ, ആ ശക്തിയെ എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത്? നമ്മുടെ കയ്യിലുള്ളത് എടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ വേറൊരാളെ എന്നുള്ളത് എടുത്തിട്ടല്ല കൊടുക്കേണ്ടത്. എന്തും കൊടുക്കുന്ന വസ്തുവും ഈ 5 എണ്ണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളും ഈ 5 എണ്ണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. ഇതിൽ ഏറ്റവും ഉയർന്ന ആരാധന പറഞ്ഞാൽ അവനവനെ സമർപ്പിക്കല, ആത്മനിവേദനം എന്ന് നമ്മൾ പറയും. ഭക്തിയുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ ആത്മനിവേദനമാണ് ഏറ്റവും വലിയത്. അത് സെൽഫ് എടുത്തിട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണം. അതിൽ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും ഒക്കെ പെടും. ഇതിനെ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എടുത്ത് കൊടുക്കും? ഇതിനെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലേ ആരാധിക്കലുണ്ടാവുള്ളൂ, അതോടെ അവസാനിച്ചു. അപ്പോൾ അത് അല്ല, നമ്മളെ നിർമ്മിച്ചിട്ടുള്ള ഈ 5 എണ്ണമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. വേറൊന്നും നമ്മുടെ ഇല്ല. രസം എന്താ വെച്ചാൽ ഈ 5 എണ്ണവും ഭഗവാൻ തന്നതാണ്. പ്രപഞ്ചത്തിലേക്ക് ഇതിനെ പ്രപഞ്ച സൃഷ്ടി ചെയ്തിട്ടുള്ള ആളാരാണോ, അല്ലെങ്കിൽ ആ ഏതൊരു ഫോഴ്സാണോ ഇവിടെ മുഴുവൻ പെർമിയേറ്റ് ചെയ്ത് എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്ന ആ ആളുടെ സ്വത്താണ്, അല്ലെങ്കിൽ ആ ചൈതന്യത്തിൻ്റെ സ്വത്തായിട്ടുള്ള വസ്തു തന്നെയാണ് നമ്മുടെ ഈ ശരീരം. അപ്പോൾ നമ്മളിതിനെ കൊടുക്കണം. ഈ 5 എണ്ണമായിട്ട് വേർപിരിച്ച് കൊടുക്കണം. ഇതേ കൊടുക്കാനുള്ളൂ. അതാണ് ഈ പഞ്ചോപചാരം എന്ന് പറയുന്ന പൂജ. പഞ്ചോപചാരം 5 ഉപചാരങ്ങൾ, 5 ഓഫറിങ്സ് എന്നാണ് അർത്ഥം. ഈ 5 എണ്ണേ കൊടുക്കാനുള്ളൂ. ഇതിനെ നമ്മൾ വിപുലീകരിച്ചിട്ടാണ് പിന്നെ 16 ഉപചാരം, ഷോഡശോപചാരം, 32 ഉപചാരം, പിന്നെ 64 ഉപചാരം എന്നൊക്കെ പറഞ്ഞിട്ട് വൈദികമായിട്ടും താന്ത്രികമായിട്ടും കൗളത്തിലുമൊക്കെ വരണത്. പക്ഷേ അടിസ്ഥാനം നോക്കിയാൽ ഈ 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിന് വിപുലീകരിക്കൽ നീച്ചയാണ്. നമ്മുടെ ശരീരം, ആ ശരീരത്തിനെ നമ്മൾ സമർപ്പിക്കുകയാണ് പ്രതീകാത്മകമായിട്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെ സബര്യ പൂജ എന്ന് പറയും. സബര്യ ആചാര്യസ്വാമികളുടെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, സബര്യാഹൃദയം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട്. അതാണ് ശരിക്കും പൂജയുടെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്, ശങ്കരാചാര്യസ്വാമികളുടെ. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഈ ക്രമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണത്? ആദ്യം ദേവത ആവാഹിച്ച്, നമ്മുടെ ഹൃദയാകാശത്തു നിന്ന് ആവാഹിച്ച്, നമ്മുടെ ആത്മാവിൽ നിന്ന് ആവാഹിച്ചിട്ടോ അല്ലെങ്കിൽ മൂലാധാരത്തു നിന്ന് ആവാഹിച്ചോ, അതൊക്കെ സ്കൂൾസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലർ പ്രകൃതിയിൽ നിന്ന് ആവാഹിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ചൈതന്യത്തിന്, ആ എസെൻസിനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ സൂര്യവെളിച്ചത്തിനെ ഒരു ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് അടിക്കുന്ന മാതിരിയാണ് ഈ ആവാഹിക്കൽ. സൂര്യവെളിച്ചം പ്രപഞ്ചം മുഴുവനുണ്ട്, അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു പോയിന്റിലേക്ക് ആവാഹിക്കലാണ്. ഈ ലെൻസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചൂടാക്കില്ലേ, പണ്ടൊക്കെ കുട്ടികളാകുമ്പോൾ കളിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയുമെന്നറിയില്ല, നമ്മളൊക്കെ കളിച്ചിട്ടുണ്ട്. കത്തിപ്പോവും. അതെന്താ? അതാണ് ഈ വിഗ്രഹപ്രതിഷ്ഠയും, അതാണ് ഈ നമ്മൾ വീട്ടിൽ പൂജിക്കുന്നതും ഒക്കെ. അപ്പോൾ ഫോക്കസ് അനുസരിച്ചിട്ട്, ലെൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പവർ കൂടും. അങ്ങനെ ദേവതയെ നമ്മളവിടെ ആരാധിക്കുമ്പോൾ, ഇപ്പോൾ ഗുരുവായൂരപ്പനെ ആരാധിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഗുരുവായൂരപ്പനോടുള്ള നമ്മുടെ അഗൈതവമായിട്ടുള്ള ഭക്തി കൊണ്ടും സമർപ്പണ ബുദ്ധി കൊണ്ടും നമ്മൾ പറയണം, ഭഗവാനെ, ഞാൻ എന്ന് പറയണ ഒന്നില്ല, നീയേ ഉള്ളൂ, എനിക്കുള്ളതൊക്കെ നിനക്കാണ്. ഇത് പൂജയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. മാത്രമല്ല, ഞാനും നീയും ഒന്നാണെന്ന ഭാവത്തിലെ പൂജ കഴിക്കാൻ പറ്റുള്ളൂ. നീ മുകളിൽ ഞാൻ താഴെയാണെന്നുള്ള ഭാവത്തിൽ പറ്റില്ല. സമന്മാർ തമ്മിലേ പൂജ പാടുള്ളൂ എന്ന്. സമന്മാരെ പൂജിക്കാൻ പാടുള്ളൂ. അന്യോന്യം സമലെവലിൽ പൂജാരി തന്നെ ഭഗവാന്റെ തലത്തിലേക്ക് ന്യാസം കൊണ്ടൊക്കെ ഒരുത്തി ആത്മാരാധന ചെയ്തിട്ട് പൂവും പുഷ്പവും ഒക്കെ ചൂടി കുറിയൊക്കെ തൊട്ടിട്ടാണ് ഭഗവാനെ പൂജിക്കുള്ളൂ. അതിന് കാരണം എന്താ? ഭഗവാനിലുള്ള എലമെൻ്റൽ ബാലൻസും നമ്മളുടെ എലമെൻ്റൽ ബാലൻസും, പഞ്ചഭൂതങ്ങളുടെ ബാലൻസ് സെയിം ആക്കുകയാണ് ആദ്യം. എന്നാലേ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ.
ഭൂതങ്ങളുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഡിസ്കഷൻ ഭൂതങ്ങളായതുകൊണ്ടാണ്, മറ്റ് താന്ത്രിക വിഷയങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതിൽ ബാലൻസ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല രസമാണ്. ഇപ്പം നമ്മളൊരു വ്യക്തിയെ വിളിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക്, അവൾ യാത്ര ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഭഗവാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരികയാണ്. ആദ്യം വന്നുകൊണ്ട് ഭഗവാൻ വെള്ളം കുടിക്കാൻ കൊടുക്കും, കുളിക്കാൻ സൗകര്യം ചെയ്യും. കുളിച്ച് വന്നു കഴിഞ്ഞാൽ കുറി കൊടുത്തു. കുറി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദഹനം നല്ലോണം വർദ്ധിപ്പിക്കണം, നല്ല വിശപ്പുണ്ടാവണം, അതിന് അഗ്നി കൊടുത്തു. പിന്നെ നമ്മളെന്താ ചെയ്യണം, ഭക്ഷണത്തിൻ്റെ ആ നല്ല ഫ്രഷായിട്ടുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ മണ്ണടിക്കുമ്പോൾ തന്നെ ആപ്പിറ്റൈറ്റ് വർദ്ധിക്കും, ഭക്ഷണം കഴിപ്പിക്കണം. അത് കഴിഞ്ഞാൽ ഒരു വെറ്റിലേക്ക് മുറുക്കാനൊക്കെ കൊടുക്കുക. അങ്ങനെ വാട്ടവർ കഴിഞ്ഞ് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ആളെ പറഞ്ഞേക്കണം. ഈ വർത്താനം പറഞ്ഞിരിക്കലാണ് ഈ പ്രസന്ന പൂജയിൽ സംഭവിക്കുന്നത്. അപ്പോഴാണ് ഈ സ്തുതിക്കലൊക്കെ സഹസ്രനാമം ചെല്ലലും ഒക്കെ സംഭവിക്കുന്നത്. പക്ഷേ അതൊക്കെ പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. നമുക്ക് ഈ 5 എണ്ണേ വേണ്ടൂ. ഞാനിത് ഗ്രാമ്യമായിട്ടുള്ള രീതിയിൽ പറയാം കേട്ടോ, സാധാരണ രീതി മനസ്സിലാക്കാൻ പറയുകയാണ്. പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും പിടിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ സത്യങ്ങൾ പലതും സിംപ്ലിഫൈ ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. നമ്മുടെ മേജർ ഓഡിയൻസും സാധാരണക്കാരാണ്, അവർക്ക് മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ. നമ്മളും സാധാരണക്കാർ, അവരും സാധാരണക്കാർ, നമ്മളെല്ലാം ഒരു കോമൺ ഗ്രൗണ്ടിൽ എത്തിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ക്രമത്തിൽ ആദ്യം ചെയ്യുന്നത് ജലമാണ് കൊടുക്കുന്നത്. പഞ്ചഭൂതങ്ങളിലെ ജലത്തിനെയാണ് ആദ്യം കൊടുക്കുക. കാരണം ജലത്തിന് ശുദ്ധീകരണ ശേഷി, നറിഷിങ് ശേഷിയൊക്കെ ജലത്തിനാണ്. പോഷകമാണ് ജലം, പോഷണമാണ്. ജലത്തിൽ കൂടെയാണ് പോഷണം കിട്ടണം നമുക്ക്. അപ്പോൾ അതാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ബീജമന്ത്രം ഉണ്ടാവും, ഒരു അക്ഷരമായിരിക്കും അതിൻ്റെ ബീജം. ആ ബീജം ചേർത്തിട്ട് ജലം സമർപ്പയാമി, അല്ലെങ്കിൽ കുടിക്കൂ എന്ന അർത്ഥത്തിലോ കുളിക്കൂ എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയും. പിന്നീട് അതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സ്നാനമാകുന്നതും അർഘ്യം കുടിക്കാൻ കൊടുക്കുന്നതും, ഇങ്ങനെയൊക്കെ പല എക്സ്പാൻഷൻസ് വരുന്നത്. പക്ഷെ ബേസിക് 5 എണ്ണം ചെയ്ത പൂജ ചെയ്യും. ബാക്കിയൊക്കെ നമ്മുടെ ഭാവനയാണ്. ആദ്യം ജലം കൊടുക്കണം. ജലം കൊടുക്കണതിനെ നമ്മൾ പറയും കുളിക്കാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പല്ല് തേക്കാൻ കൊടുത്തു, ഗണ്ടൂഷമിതം മുഖം കഴുകാൻ കൊടുത്തു എന്നൊക്കെ പറയും. അതിലേക്കൊന്നും പോകണ്ട, നമ്മൾ ജലം കൊടുക്കുക. ജലം സമർപ്പിച്ചു. അടുത്തത് പൃഥ്വി തത്വമായിട്ടുള്ള ഗന്ധത്തെ കൊടുക്കണം. ഭഗവാന് ശരിക്കും പറഞ്ഞാൽ ഒരു കാണാവുന്ന ഒരു ശരീരത്തെ നമ്മൾ സമർപ്പിക്കണതിന് തുല്യമാണ്. അദ്ദേഹത്തിന് ശരിക്കും ശരീരമില്ല, അതിന് ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഒരു രൂപം വേണം. അത് കൊടുക്കുന്നതിൻ്റെ സിമ്പിൾ എന്താ? ചന്ദനം. ചന്ദനത്തിനെയാണ് നമ്മളിവിടെ പൃഥ്വി തത്വമായിട്ട് പറയുന്നത്. കാരണം എന്താ? ചന്ദനത്തിൻ്റെ പ്രോപ്പർട്ടി പൃഥ്വിയുടെ ഈ എന്താ പറയുക, കുളിർമ, സ്പർശനത്തിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ചന്ദനം കൊടുക്കുന്നത് പൃഥ്വി തത്വമാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹൃദയമാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഹൃദയം സമർപ്പിക്കണം. ഹൃദയം ഈസ് ഈക്വൽ ടു ആകാശം. ആകാശം ഈസ് ഈക്വൽ ടു പുഷ്പം. എങ്ങനത്തെ പുഷ്പം? മേലോട്ട് വിരിഞ്ഞിട്ടുള്ള പുഷ്പം. ഒരിക്കൽ പൂ ഇങ്ങനെ എറിയരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്കാക്കിയിട്ട് സമർപ്പിക്കണം എന്നാണ് പറയുക. പുഷ്പം ഒരിക്കലും എറിയരുത്, കമത്തിയിടരുത്. പൂവ് ഏതായാലും മേപ്പട്ടയ്ക്ക് അല്ലെങ്കിൽ പുഷ്പം എപ്പോഴും മേലോട്ടായിട്ട് വേണം നമ്മൾ സമർപ്പിക്കാൻ. തെച്ചിയാണെങ്കിൽ പോലും ഇങ്ങനെയല്ല ഇടേണ്ടത്, ഇങ്ങനെയാണ് ഇടേണ്ടത്. അപ്പോൾ പുഷ്പം കൊടുത്തു. അപ്പം എത്രയായി? 3 ഭൂതമായോ? ജലമായി, പൃഥ്വിയായി, ആകാശമായി. ആക്ച്വൽ പഞ്ചഭൂതക്രമത്തിലല്ല അത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ധൂപം കൊടുക്കും. ചന്ദനത്തിനെയാണ് നമ്മൾ ഗന്ധം പരികൽപ്പയാമി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ധൂപത്തെ കൊടുക്കും. ഈ ധൂപം കാണിക്കുമ്പോൾ ധൂപം വായുതത്വത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത്. പുകയല്ലേ, പുകയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വരണത് അഗ്നിയാണ്. അതാണ് കൊടിവിളക്ക് കാണിക്കുന്നത്. ഒരു തിരി കത്തിച്ച് കാണിക്കണം, അല്ലെങ്കിൽ ഒരു അഗ്നി കാണിക്കണം, കൊടിവിളക്ക് കാണിക്കണം. അവസാനം ഇത് ഇത്രയും കഴിയുമ്പോഴേ തന്നെ 5 ഭൂതം കഴിഞ്ഞു. ജലത്തിൽ നമ്മൾ അഭിഷേക വാട്ടവർക്ക് ചെയ്തു. ഗന്ധം എന്ന് പറയുന്ന ചന്ദനത്തിനെ നമ്മൾ പൃഥ്വിതത്വമായിട്ട് കൊടുത്തു. ആകാശം എന്ന് പറയുന്ന പുഷ്പത്തെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ധൂപം എന്ന് പറയുന്ന വായുവിനെ സമർപ്പിച്ചു കഴിഞ്ഞു. 5ാമതായിട്ടുള്ള ദീപം കാണിക്കുന്നതോടെ അഗ്നിയെ കൊണ്ട് സീൽ ചെയ്ത് കഴിഞ്ഞു.
ശരിക്കും 5 ഭൂതങ്ങളും കഴിഞ്ഞു. ഇനി 5ൻ്റെയും സമന്വയമായിട്ടുള്ള അമൃതസ്വരൂപമായിട്ടുള്ള നമ്മുടെ ശരീരത്തിനെ തന്നെ സമർപ്പിക്കണതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ നിവേദ്യം കൊടുക്കണം. നേദ്യം ഇതിൽ 5 എണ്ണം അടങ്ങിയിട്ടുണ്ട്. ഇത് അമൃതാണ്. എന്തുകൊണ്ട് അമൃതായി? ഇത് നശിക്കില്ല. ഇത് പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾക്ക് നാശമില്ല. അവയുടെ കോമ്പിനേഷൻസ് കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾക്കേ നാശമുള്ളൂ. പഞ്ചഭൂതങ്ങൾ പ്രപഞ്ചത്തിൽ എന്നുമുണ്ട്. അതുകൊണ്ട് അനശ്വരമായിട്ടുള്ളൊരു വസ്തുവാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എന്നെ തന്നെ കൊടുക്കുമ്പോഴേ നേദ്യമുണ്ട്. അതിൻ്റെ പ്രതീകമാണ്. അല്ലാണ്ടൊരു പായസം വെക്കലോ കുറച്ച് മലരും ശർക്കരയും വെക്കലോ അല്ല. നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കണം. എവിടേക്കാണ് സമർപ്പിക്കണം? അതും അകത്തേക്കാണ് സമർപ്പിക്കണം. ഇത് കഴിഞ്ഞ പൂജ കഴിഞ്ഞു. അതിനെ അമൃത എന്ന സങ്കല്പത്തിലൂടെ വിടുക. അതിനും ബീജാക്ഷരമുണ്ട്. വം, ലം, യം, രം, ഠം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതുണ്ട്. വം അപാത്മനാ ജലം സമർപ്പയാമി കൊടുക്കുകയാണെങ്കിൽ, മനസ്സുകൊണ്ടുള്ള പൂജ ചെയ്യുകയാണെങ്കിൽ, മാനസ പൂജയാണെങ്കിൽ കൽപ്പയാമി, പരികൽപ്പയാമി എന്നാണ് പറയുക. സങ്കല്പിക്കണു എന്നാണ് പറയുക. കണ്ണടച്ചിട്ട് വെറുതെ വെള്ളം കൊടുത്തായിട്ട് സങ്കല്പിച്ചാൽ മതി. അതാണ് മാനസപൂജ. വം എന്ന അക്ഷരം അതാണ് ആദ്യം വരിക. അതേമാതിരി തന്നെ ഇപ്പോൾ അഗ്നിയാണെങ്കിൽ രം, വായു ആണെങ്കിൽ യം, നേദ്യത്തിനാണെങ്കിൽ ഠം. ഇത് ഓരോ അക്ഷരത്തിനും ഇതൊക്കെ ഇത് പിന്നെ കുറച്ച് പൂജ ഹയർതിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 16 ഉപചാരമായി. അപ്പോൾ സ്നാനം വരും, വസ്ത്രം വരും, ഉപവീതം വരും, മാല വരും, അല്ലേ? അങ്ങനെയൊക്കെ പല 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 ഘട്ടങ്ങൾ വന്നിട്ട് ഈ നേദ്യവും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായി കഴിഞ്ഞാൽ പിന്നെ സന്തോഷിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് സഹസ്രനാമാർച്ചന, അഷ്ടോത്തരാർച്ചന ഇതൊക്കെ ചെയ്യുന്നത്. അത് പൂജയുടെ വശമാണ്. പക്ഷെ പഞ്ചഭൂതങ്ങളുടെ പ്ലേ എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണമാണ്. ആ 5 എണ്ണത്തിന് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കളിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പൂർണ്ണാഹുതി സങ്കല്പത്തിൽ കർപ്പൂരം കത്തിച്ച് കാണിക്കും, പ്രദക്ഷിണം ചെയ്യും, നമസ്കാരം ചെയ്യും, സംസ്ഥാപരാധം പറയും, ദേവനെ പറഞ്ഞയക്കും, ഉദ്വസിച്ച് കളി. അപ്പോൾ പൂജ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ പഞ്ചഭൂതാരാധനയാണ്. നമ്മൾ ഏത് ദേവതയെ പൂജിച്ചാലും കൊടുക്കാനുള്ള ആകെ 5 എലമെൻ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതിനെ വൃത്തിയായി കൊടുക്കലാണ്. അതാണ് ഈ പഞ്ചോപചാര പൂജ. അത് മാനസികമായിട്ടും ചെയ്യാം, പുറത്ത് ചെയ്യാം. അതാണ് ചെറുതായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ 5 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ 5ൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് 5 മാത്രമായിട്ട് 6 10 അങ്ങനെ മാറാത്തത് എന്തുകൊണ്ടാണ്? ഭൂതങ്ങളുടെ എണ്ണം. അത് ഞാൻ പറഞ്ഞ ഒരു ഋഷിമാർ അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർ നോക്കുമ്പോൾ കട്ടിയുള്ള വസ്തുക്കളുണ്ട് പ്രപഞ്ചത്തിൽ, അത് പൃഥ്വിയാണ്. ഒഴുകുന്ന വസ്തുക്കളുണ്ട്, അത് ജലമാണ്. ചലിക്കണ വസ്തുക്കളുണ്ട്, അത് വായുവാണ്. മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരണേ, അതൊക്കെ അവർക്ക് അഗ്നിയാണ്. ഉൾക്കൊള്ളുന്ന വസ്തുക്കളുണ്ട്, എന്തിനും ഉൾക്കൊള്ളുന്നത്, അതൊക്കെ ആകാശ. ചലിക്കുന്നത്, കട്ടിയുള്ളത്, മാറുന്നത്, ഒഴുകുന്നത്, ഉൾക്കൊള്ളുന്നതിൻ്റെ അപ്പുറത്തേക്കൊരു സ്റ്റേറ്റ് ഇല്ല പ്രപഞ്ചത്തിൽ. അവർ നോക്കിയപ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ബിഹേവിയറുകൾ ഇത് 5 എണ്ണ. ഈ ബിഹേവിയറുകളാണ് ഇവർ പഞ്ചഭൂതം എന്ന് വിളിച്ചത്. എന്തൊക്കെ ഒഴുകുണ്ടോ അതൊക്കെ ജലം, എന്തൊക്കെ ചലിക്കുന്നുണ്ടോ അതൊക്കെ വായു, എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ അതൊക്കെ ആകാശം, എന്തൊക്കെ കട്ടിയായിട്ടിരിക്കുന്നുണ്ടോ അതൊക്കെ പൃഥ്വി, എന്തൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ അഗ്നി. ഈ 5 ബിഹേവിയറാണ് പ്രപഞ്ചത്തിലുള്ളത്. ആ ബിഹേവിയറിനനുസരിച്ചിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. കണ്ണ്, മൂക്ക്, വായു, അല്ലേ? മൂക്ക് വായുവിനെ അറിയാനാണ്, ഗന്ധവും മറ്റ് സംഭവങ്ങളും. ചെവി എന്നുള്ളത് ആകാശത്തിനെ നമ്മൾ തിരിച്ചറിയുന്നു. കണ്ണ് നമുക്ക് അഗ്നിയെ തിരിച്ചറിയാൻ. രൂപം, അതാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അല്ലേ? ത്വക്ക്, നാക്ക്, ഇതൊക്കെ അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ പഞ്ചതന്മാത്രകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ പഞ്ചതന്മാത്രകളെ അറിയാൻ 5 ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ നടപ്പിൽ വരുത്താൻ 5 കർമ്മേന്ദ്രിയങ്ങൾ, കയ്യ്, കാല്, എന്താ പറയുക, ലൈംഗിക അവയവങ്ങളൊക്കെ അടക്കമുള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഈ 5ൻ്റെ റിപ്പീറ്റേഷൻ. അപ്പോൾ 5ൻ്റെ റിപ്പീറ്റേഷൻ വരാൻ കാരണം 5 ഭൂതങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ്. 5 ഭൂതങ്ങൾ മാത്രം, 5 എണ്ണം മാത്രമായിട്ട് 6ാമതൊന്നും വരാത്തതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞ 5 ബിഹേവിയറിലാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നമുക്ക് കൊണ്ട് ചുരുക്കി വയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ താഴേക്ക് 4ലേക്ക് ചുരുക്കാൻ പറ്റില്ല, 6ലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് 5 കട്ടിയുള്ളത്
ഒഴുകുന്നത്, മാറ്റം വരുന്നത്, എന്താ പറയുക, മറ്റേ അതായത് പരിവർത്തനപ്പെടുത്തുന്നത്, പിന്നെ എന്താ ഉൾക്കൊള്ളുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഇങ്ങനെയാണ് ബിഹേവിയർ. എൻറ്റയർ കാണാവുന്ന ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ബിഹേവിയർ നിൽക്കുന്നത് ഇതിലാണ്. ചിലത് കട്ടിയാണ്, ചിലത് ഒഴുകുണ്ട്, ചലിക്കണവയുണ്ട്, ചലിക്കാത്തവയുണ്ട്. ചലിക്കാതെ നിന്നാലും അത് വായുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ചലനമില്ലായ്മയും ചലനത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതെപ്പോൾ വേണമെങ്കിലും നീങ്ങാം, നീങ്ങാതിരിക്കാം. ആ ഫോഴ്സ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലേക്ക് ആവുന്നത്, ഇതൊക്കെ ഈ എക്സ്ട്രീംസും അതിൻ്റെ തന്നെ ബിഹേവിയറാണ്. മനസ്സിലായില്ലേ? പിന്നെ ഉത്ഭവിച്ചതിൻ്റെ ക്രമത്തിൽ നമ്മൾ പറയുമ്പോൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയും. പക്ഷേ പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിലാണ് വരുന്നത്. അതിപ്പോൾ നമ്മൾ പൂജയുടെയൊക്കെ പറയുമ്പോൾ അതങ്ങനെ വരും. ഇതിൻ്റെ എല്ലാം മൾട്ടിപ്പിൾസ് ആണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. ഇതാണ് അടിസ്ഥാന ഘടകങ്ങൾ. 18 അധ്യായങ്ങൾ, 18 പടി, ശരത്തേട്ടൻ്റെ 18 സ്റ്റെപ്സ് പറയുന്നു. അതെ, വളരെ കോയിൻസിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഗോൾഫിൻ്റെ ഗെയിമിൽ 18 ഹോൾസ് ആണ്. 18 ഹോൾസ് ഉണ്ട്. അതെ, 5 പ്ലസ് 3 എന്നൊക്കെയുള്ളൊരു കണക്കുണ്ട്. അതൊക്കെ ഗൂഢാർത്ഥങ്ങളുള്ളതാണ്. ഈവൺ ഈ 5ൻ്റെ കണക്കുകളിൽ ഇപ്പോൾ ശ്രീവിദ്യാ മന്ത്രം എടുത്തു കഴിഞ്ഞാൽ, പഞ്ചദശി എടുത്തു കഴിഞ്ഞാൽ 5 അക്ഷരങ്ങളുടെ സംഘാതമാണ്, കൂട്ടമാണ്. അതിന് 3 കൂടം എന്നൊക്കെ പറയും. അപ്പോൾ ഈ കൂടങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതേമാതിരി തന്നെ 5 മുഖങ്ങളാണ് ശിവന്, പഞ്ചബ്രഹ്മം എന്ന് ശ്രീവിദ്യയിലും പറയും, ഇതിലും പറയും. ശ്രീവിദ്യയിൽ പഞ്ചബ്രഹ്മം, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഈശ്വരൻ, സദാശിവൻ. ഇതല്ലാതെ ഗണപതി, സൂര്യൻ, പഞ്ചായതന പൂജയിൽ ഗണപതി, സുബ്രഹ്മണ്യൻ, ശിവൻ, ദേവി, വിഷ്ണു, സൂര്യൻ. ശിവൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, വിഷ്ണു, സൂര്യൻ, എന്താ പറയുക, ദേവി. ഇത്രയും വരും. ഇതാണ് പഞ്ചായതനം. ഇതിൽ ചിലയിടങ്ങൾ ഈ സൂര്യനെ കൂടെ ചേർത്തി 6 എണ്ണം ചേർത്തിട്ട് അപൂർവമായിട്ട്. പക്ഷേ പഞ്ചായതന പൂജയിൽ ഇവർ 5 പേർക്കാണ് പ്രാധാന്യം. 6ാമത് ചേർത്തുമ്പോഴാണ് ഷണ്മതാവണത്, 6 പദ്ധതികളാവണത്. പക്ഷേ പഞ്ചായതന പൂജയിൽ ഇവർ 5 പേരാണ്. സൂര്യൻ എക്സ്ട്രയാണ്, 6ാമത്തെ ഒരു ആളായിട്ടാണ്. പഞ്ചായതന പൂജ എന്നാണ് പറയുക. അത് ശങ്കരാചാര്യസ്വാമികൾ അങ്ങനെ ചിട്ടപ്പെടുത്തിയതിനൊക്കെ. കാരണം ഈ പറഞ്ഞ 5 എണ്ണത്തിലാണ് പഴയ കാലത്തെ ഫിലോസഫീസൊക്കെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. 5ൻ്റെ കളികളാണ് എല്ലാം. എവിടെ നോക്കിക്കഴിഞ്ഞാൽ 5. ഈവൻ ഞാനാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞതിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭൂതങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനം നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രപഞ്ചം എന്ന് നമ്മൾ. ഹനുമാൻ സ്വാമിക്കും പഞ്ചമുഖി ഹനുമാൻ അതുണ്ട്, ഹനുമാനുണ്ട്. ഹനുമാന് വരുന്നത് ഹനുമാൻ, നരസിംഹം, ഗരുഡൻ, വരാഹം, ഹയഗ്രീവൻ, അങ്ങനെ 5 ഹയഗ്രീവൻ മേലോട്ടുള്ള. ഇതെല്ലാം ഹനുമാൻ സ്വാമിയുടെ പഞ്ചമുഖി ഹനുമാൻ സ്വാമി. അതെ, വെറും ഹനുമാൻ മുഖം, കവിമുഖം മാത്രമല്ലാതെ നരസിംഹസ്വാമി, ഗരുഡൻ, ഹനുമാൻ സ്വാമിയുടെ ഇതിൽ വരുന്നതാണ്. വരും. പഞ്ചമുഖ ഹനുമാൻ്റെ മുഖത്ത് അങ്ങനെയാണ്. 11 മുഖമുള്ളുണ്ട്, 11 മുഖമൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ പഞ്ചമുഖ ഹനുമാനാണ് ഏറ്റവും പവർ. പവർ വെച്ചാൽ ഏറ്റവും പ്രസിദ്ധം. ശിവൻ്റെ പഞ്ചമുഖങ്ങളാകുമ്പോൾ, പഞ്ചബ്രഹ്മമാകുമ്പോൾ സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാനം, തത്പുരുഷം. ഇത് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന സാധനമാണോ? പഞ്ചമുഖി ഹനുമാന്റെ ഐഡലായിട്ട് വെക്കാം. ദ്വാരത്തിലൊക്കെ വെക്കുന്ന വിശേഷം. വീടിന്റെ എൻട്രൻസിൽ അത് ഇരിക്കണേക്കാട്ടിലും നിൽക്കണേണ് നല്ലത്. സ്വസ്തിക്ക് അല്ലെങ്കിൽ പഞ്ചമുഖി നിൽക്കുന്നത് നല്ലതാണ്. കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങള് പോയപ്പോ ഒരു സ്ഥലത്ത് ഈ പഞ്ചമുഖി ഹനുമാന്റെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഐഡൽ കണ്ട്. ഇരിക്കുന്നതാ കണ്ട്. ഇരിക്കണ തെറ്റില്ല, നിൽക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റീവാണ്. കാരണം നിൽക്കുന്ന ആളല്ലേ, നിൽക്കുന്ന ആൾ കൂടെ പെട്ടെന്ന് പ്രവർത്തിക്കുമല്ലോ. അപ്പോൾ ഇരിക്കുന്ന ആളെക്കാട്ടിലും ഇരിക്കുന്ന ആൾക്ക് എണീക്കാനുള്ളൊരു സമയം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ 5 എണ്ണത്തിൻ്റെ പ്രോഗ്രഷൻസ് വരണതിൻ്റെ കാരണം ഇത് മുഴുവൻ കിടക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളിലാണ്. അതായത് ഋഷിമാർ പ്രപഞ്ചത്തിനെ നോക്കി പഠിച്ചപ്പോൾ അവർ ആത്യന്തികമായിട്ട് കണ്ടെത്തിയ 5 തത്വങ്ങൾ ഇതാണ്. ശിവൻ്റെ പഞ്ചാക്ഷര മന്ത്രം ഈ 5 തത്വങ്ങളെയും പ്രതിനിധീകരിക്കേണ്ടത്, പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിക്കേണ്ടത്. അത് പിന്നെ ഗുരുപദേശമായിട്ടൊക്കെ കിട്ടണതാണ്. ന, മ, ശി, വ, യ എന്നുള്ള 5 അക്ഷരങ്ങളും 5 ഭൂതങ്ങളാണ്. അത് വളരെ പ്രധാനമാണ്.